നാടെങ്ങും പ്ലാവ് കൃഷി വ്യാപകമാവുമ്പോൾ ചക്കയ്ക്കും വില വർദ്ധിക്കുന്നു. ചക്കയ്ക്കും ചക്ക ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാരേറുകയാണ്. കഴിഞ്ഞ വർഷം 1 കിലോഗ്രാം ചക്കയ്ക്ക് 10 രൂപ വിലയായിരുന്നത് ഇപ്പോൾ 15 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. ശരാശരി വലിപ്പമുള്ള ചക്കയ്ക്ക് 10 കിലോയിലധികം തൂക്കമുണ്ടാകും. 1 ടൺ ചക്കയ്ക്ക് 15,000 രൂപയാണ് മുണ്ടക്കയത്തെ മാർക്കറ്റ് വില. ചക്കയ്ക്ക് ലഭിക്കുന്ന എക്കാലത്തെയും മികച്ച വിലയാണിതെന്ന് കച്ചവടക്കാർ പറയുന്നു. ഇക്കൊല്ലം കാലാവസ്ഥാ വ്യതിയാനം മൂലം ചക്കയുടെ ലഭ്യത കുറഞ്ഞത് വില ഉയരാൻ കാരണമായിട്ടുണ്ട്. പല ഐറ്റം വരക്കിച്ചക്ക ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഓരോ തോട്ടത്തിൽ കൂടെ പോയി കളക്ട് ചെയ്യാൻ ഇരിക്കാണ്ട് ആദ്യം ഉണ്ടായ ചക്ക പിന്നെ ഡാമേജ് കാലാവസ്ഥ വ്യതിയാനം കാരണം ഡാമേജ് ആയിപ്പോകൊണ്ട് ചക്ക കിട്ടാൻ കുറവാണ്. അതിനേക്കാൾ ഒരു ആവശ്യക്കാരുടെ എണ്ണം കൂടുതലാണ്. 1 കിലോയ്ക്ക് 70 രൂപ വരെയൊക്കെയാണ് നമ്മളിവിടെ വിൽക്കുന്നത്. പഴമെന്ന് വെച്ചാൽ സൂപ്പർ പഴമാണ്. ഇപ്പം നമ്മൾ ചക്ക വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് വന്നാൽ ആ ഡാമേജ് വരുന്ന സാധനം നമ്മൾ എൻ്റെ ഫോണിലോട്ട് ഫോട്ടോ ഇട്ട് വന്നാൽ ആ സാധനം നമ്മൾ കണ്ടിട്ട് പൈസ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്ന 10 കിലോഗ്രാമിൽ കൂടുതൽ തൂക്കമുള്ള നാടൻ ചക്കകൾക്കാണ് വില കൂടുതൽ ലഭിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് ചക്ക കയറ്റി അയക്കുന്നത്. വിദേശങ്ങളിലും ചക്കയ്ക്ക് പ്രിയമേറെയാണ്. ചക്ക ഉപ്പേരിക്ക് വിപണിയിൽ വലിയ ഡിമാൻഡാണുള്ളത്. ചക്ക ഹൽവ, ചക്ക വരട്ടിയത്, ചക്കക്കുരുപ്പൊടി എന്നിവയും വിപണിയിൽ ലഭ്യമാണ്. ഇടിച്ചക്കയ്ക്കും വലിയ ഡിമാൻഡാണുള്ളത്. ചക്ക കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ചെറുകിട സംരംഭങ്ങളും വർദ്ധിച്ചു വരികയാണ്. വിദേശ മാർക്കറ്റിനെ ലക്ഷ്യമിട്ട് വൻകിട സംരംഭങ്ങളും വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നു. വിയറ്റ്നാം എർലി, J33, കംബോഡിയൻ ജാക്ക തുടങ്ങിയ പ്ലാവിനങ്ങൾ കേരളത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. റബ്ബർ കൃഷി നഷ്ടത്തിലായതോടെ തോട്ടങ്ങൾ വെട്ടിയിറക്കി ചക്കകൃഷിയിലേക്ക് തിരിഞ്ഞ കർഷകരുമേറെയാണ്. വിദേശ ഇനങ്ങളിലുള്ള പ്ലാവുകളിൽ നിന്ന് 5 കിലോഗ്രാം മുതൽ 10 കിലോഗ്രാം വരെയുള്ള ചക്കകളാണ് ലഭിക്കുന്നത്. എന്നാൽ നാടൻ ഇനം പ്ലാവുകളിൽ നിന്ന് 10 മുതൽ 40 കിലോഗ്രാം വരെ ലഭിക്കും.